മനസ്സിലാക്കിക്കൂടി. ഞാൻ പച്ചക്ക് പറയും, കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി പറയണമെന്ന് തന്നെ വിചാരിക്കും. രാഷ്ട്രീയം പറയല്ല. എത്ര ദുഷിച്ച ഒരു ഭരണകൂടമാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. കേരളത്തിലായാലും ഈ പൈസയുടെ എവിടെ? 400 ചില്ലാനം വീട് വെച്ചു കൊടുത്ത് അവരെ ഭദ്രമാക്കാൻ 1 കോടി വീതം കൊടുത്താൽ ബാക്കി 370 കോടി എവിടെ? കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. 9,000 അവർക്ക് മാസാന്ന് കൊടുക്കാൻ കൊടുക്കുന്നില്ല. എന്നിട്ട് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണ്, എന്തൊരു അത്ഭുതമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളിൽ അർത്ഥഗർഭമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. പരീക്ഷണങ്ങൾ വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ, കഷ്ടപ്പാടുകൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, ഭാര്യ മോശമായി പെരുമാറുമ്പോ, ഭർത്താവ് മോശമായി പെരുമാറുമ്പോ, ആ സബറിന്റെ മേന്മയേറിയ ഒരു ലോകമാണ് പരീക്ഷണങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും. എന്റെ നാഥൻ എന്നെ കൈവിടില്ല എന്ന ബോധ്യം അതാണ്ട് അവന്റെ പടച്ചോൻ കൈവിടില്ല. ബദറിന്റെ രണഭൂമിയിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് നബിയുടെ പിറകിലൂടെ ചെന്ന് നബിയെ കെട്ടിപ്പിടിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങ് ഇത്രമേൽ പ്രാർത്ഥിച്ചിട്ട് റബ്ബ് കേൾക്കാതിരിക്കോ? തീർച്ചയായും റബ്ബിന്റെ സഹായം ഉണ്ടാവും. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും.